മുൻകാല സൂപ്പർ താരവും DMDK നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. ചെന്നൈയിലെ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. കോവിഡ് ബാധിതനായാണ് അന്ത്യം. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ഇന്ന് രാവിലെയാണ് ആശുപത്രി അധികൃതർ മരണവിവരം അറിയിച്ചത്. തമിഴിന്റെ മുൻകാല സൂപ്പർ താരമാണ് വിജയകാന്ത്. 80കളിലും 90കളിലുമൊക്കെ തമിഴിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ നൽകിയ വിജയകാന്തിനെ ക്യാപ്റ്റൻ എന്ന് ആരാധകർ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു. 2 തവണ അദ്ദേഹം തമിഴ്നാടിന്റെ നിയമസഭാംഗമായി, അദ്ദേഹം ഒരു തവണ പ്രതിപക്ഷ നേതാവായും തിളങ്ങിയ സമയമുണ്ടായിരുന്നു. അദ്ദേഹം 79ലാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. ആ സിനിമയിൽ വലിയ വേഷമല്ല, വില്ലൻ വേഷത്തിൽ അദ്ദേഹം എത്തുകയും 81ൽ അദ്ദേഹം നായകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പ്രത്യേകിച്ച് സിനിമാ വ്യവസായത്തിൽ ഒരു വാണിജ്യ മൂല്യമുള്ള നായകൻ എന്നുള്ള നിലയിലേക്ക് 80കൾക്ക് ശേഷം അദ്ദേഹം എത്തുകയായിരുന്നു. അതിനുശേഷം നിരവധി ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ പിന്തുണ നേടുന്നു, സൂപ്പർ സ്റ്റാറായി മാറുന്നു. അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നു. അദ്ദേഹത്തിന്റെ അവിടെ ക്ഷോഭിക്കുന്ന ഒരു യുവാവിനെയായിരുന്നു തമിഴ് പ്രേക്ഷകർ ആ സമയത്ത് ഏറ്റെടുത്തത്. അത്തരത്തിലൊരാളിൽ നിന്നൊരു രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്ക് എത്തിയപ്പോൾ നിരവധി ആളുകൾ അദ്ദേഹത്തിനൊപ്പം കൂടുകയും അതൊരു വലിയ പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അതായത് സിനിമകളിലെ കഥാപാത്രം പോലെ തന്നെ അദ്ദേഹം നാടിനും വീടിനും ഇല്ലെങ്കിൽ അടുത്ത ആളുകൾക്കുമൊക്കെ വലിയ സഹായം ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ അദ്ദേഹം സിനിമയിൽ ചെയ്തു. അതുപോലെ തന്നെ അദ്ദേഹം ജീവിതത്തിലേക്കും അത് പകർന്നാടി എന്ന് തന്നെ വേണം പറയാൻ. അതാണ് ഒരുപക്ഷെ കൂടുതൽ ആരാധകരെ ഇല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തകരെ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്, അദ്ദേഹത്തിന് സിനിമയിൽ ആരാധകരെ ഉണ്ടാക്കിയതും അദ്ദേഹത്തിന്റെ ആ രീതിയിലുള്ള കഥാപാത്രങ്ങളും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളും കൊണ്ട് ആയിരിക്കാം. ആക്ഷൻ, പ്രണയം, വൈകാരിക രംഗങ്ങളൊക്കെ വാണിജ്യ സിനിമയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലമായിരുന്ന സമയത്തു കൂടിയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററുകളിലെത്തുകയും അത് ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നത്. വലിയ ഹിറ്റുകൾ, 100ാമത് നാൾ, വൈദേഹി, കാത്തിരുന്നാൾ തുടങ്ങിയ സൂപ്പർ ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ ഓർക്കുന്ന ഒരുപാട് പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പ്രണയമേറെ ചർച്ചയായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ രംഗങ്ങൾ, അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഡ്യൂപ്പില്ലാതെ ആക്ഷൻ ചെയ്തിരുന്ന നായകൻ എന്ന നിലയിൽ കൂടി അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ക്യാപ്റ്റൻ എന്നുള്ള പേരിലേക്ക് ഇല്ലെങ്കിൽ ആ ഒരു നിലയിൽ അദ്ദേഹത്തിനെ ആളുകൾ അംഗീകരിച്ചു തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, ഓരോ ദുരന്തങ്ങൾ തമിഴ്നാട് നേരിടുമ്പോഴും തമിഴ്നാടിനപ്പുറത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുമ്പോൾ പോലും കേരളത്തിലെ പ്രളയത്തിന്റെ സമയത്ത് അദ്ദേഹം 1 കോടിയോളം രൂപ കേരളത്തിനെ സഹായിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും വിജയകാന്ത് എന്ന മനുഷ്യനിലേക്ക്, രാഷ്ട്രീയക്കാരൻ, സിനിമാക്കാരൻ എന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനിലേക്ക് ആളുകൾ ആശ്രയിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന ആളുകൾ പോലും പറയുന്നത്. മറ്റൊന്ന്, അവിടെ ഉണ്ടായിരുന്ന പല ആക്ടേഴ്സും ഒരു കാലഘട്ടത്തിൽ പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു. പക്ഷേ വിജയകാന്തിനെ സംബന്ധിച്ച് ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തു എങ്കിൽ പോലും അതെല്ലാം കൃത്യമായി അദ്ദേഹത്തെ സഹായിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അഴിമതി, അക്രമം ഇതിനൊക്കെ എതിരെ ആഞ്ഞടിക്കുന്ന വീരനായകൻ എന്നുള്ള ഒരു പരിവേഷം ഇല്ലെങ്കിൽ ആ രീതിയിൽ ഒരു ഇമേജ് അദ്ദേഹം അവിടെ ഉണ്ടാക്കിയെടുത്തു. പിന്നീട് അങ്ങോട്ട് അതുതന്നെ അദ്ദേഹം ജീവിതത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം അത് തുടർന്നു. പലതരത്തിലും അദ്ദേഹം ഈ ചോദ്യങ്ങൾ ചോദിച്ചു. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമുയർത്തി. ലാസ്റ്റ് സ്റ്റാലിൻ സർക്കാരിനെതിരെയാണെങ്കിൽ പോലും പല രീതിയിലും അദ്ദേഹം, അഴിമതിയാണെങ്കിലും അതിനപ്പുറത്തേക്കുള്ള സാധാരണ മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ഇടപെടാൻ സാധിച്ചു. ഈ കുടുംബ ബന്ധങ്ങൾ, അത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. കുടുംബ കഥകൾ പറഞ്ഞ സിനിമകളാണ് അദ്ദേഹം കൂടുതലായി ചെയ്തിരുന്നത്. അത്തരത്തിൽ കുടുംബ പ്രേക്ഷകരുടെ കൂടി ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ കുടുംബ പ്രേക്ഷകരുടെ, ആരാധകരുടെ എണ്ണത്തിൽ കുടുംബ പ്രേക്ഷകർ കൂടി വന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള സിനിമകളിലെല്ലാം. അത്തരത്തിലൊരു ഇഷ്ടം വിജയകാന്ത് പ്രേക്ഷകരുടെ ഇടയിൽ നേടിയിട്ടുണ്ട്.
അത്തരത്തിൽ പല സിനിമകളും വലിയ നിരൂപക പ്രശംസ നേടിയിട്ടുണ്ട്. വലിയ രീതിയിൽ ചർച്ചയാകപ്പെട്ടിട്ടുള്ള സിനിമകൾ പോലും വിജയകാന്ത് തമിഴ് ഇൻഡസ്ട്രിയിൽ ചെയ്തു വെച്ചു എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വലിയ പ്രത്യേകതയായി കാണുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിയോഗം തമിഴ് സിനിമ രാഷ്ട്രീയ മേഖലയിൽ അത് വലിയ നഷ്ടം തന്നെയാണ്.